അങ്ങനെ നമ്മൾ രാവിലെ ചർച്ച ചെയ്ത് നമ്മൾ കുറച്ച് ആശങ്കപ്പെട്ട ഒന്നായിരുന്നു കണ്ണൂർ ഉളിക്കലിൽ ഈ കേസിൽപ്പെട്ട് സീൽ ചെയ്ത കെട്ടിടത്തിനുള്ളിൽ നമ്മുടെ അങ്ങാടിക്കുരുവി കുടുങ്ങിയ സംഭവം അല്ലേ. അപ്പോൾ ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ആശങ്കകൾക്കൊക്കെ വിരാമമാവുകയാണ്. കാരണം നമ്മുടെ അങ്ങാടിക്കുരുവിയെ തുറന്നുവിടാൻ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കെട്ടിടം തുറക്കാൻ ഉളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയത്. നിഖിലുണ്ട്. നിഖിൽ, ഒടുവിൽ ആ പാവം കുരുവി പുറത്തേക്ക് വരാൻ ഒരുങ്ങുന്നു അല്ലേ? നിഖിൽ, കേൾക്കാമെങ്കിൽ ആ പാവം കുരുവി ഒടുവിൽ നീതി കിട്ടി പുറത്തേക്ക്. സേതു, ഏതായാലും അത് തന്നെയാണ്, കുരുവിക്ക് നീതി കിട്ടുന്നു. അങ്ങാടിക്കുരുവി അല്പസമയത്തിനകം ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ബന്ധപ്പെട്ടവർക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഉളിക്കൽ വില്ലേജ് സെക്രട്ടറിയോട് ആ പക്ഷിയെ തുറന്നു വിടണമെന്ന് നിർദ്ദേശം നൽകിയതായാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി നിയമപരമായ നടപടിക്രമം എന്ന രീതിയിൽ എന്തെങ്കിലും ഉത്തരവ് എന്ന രീതിയിൽ ഇറങ്ങേണ്ടതുണ്ടോ എന്നതിൽ മാത്രമാണൊരു സംശയമുള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ആ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ അങ്ങാടിക്കുരുവിയെ തുറന്നു വിടും. അതിൻ്റെ ഒരു ആശ്വാസം ആ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവരും പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം മുതൽ ഇന്നലെ പകൽ മുഴുവൻ അടക്കം അതിന് കൃത്യമായി ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കാൻ അവർ വലിയ രീതിയിൽ കഷ്ടപ്പെടുകയും അവർ പരമാവധി അവരെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ അതിനെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അവിടെയുള്ള ആളുകളോട് നമ്മൾ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഒരു ആശങ്കയായിരുന്നു. കാരണം അത് വലിയ അവശമായൊരു രീതിയിൽ തന്നെയാണ് പക്ഷി ഉണ്ടായിരുന്നത്. ഏതായാലും പക്ഷേ അതിനെ ഇപ്പോൾ തുറന്നു വിടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതോടുകൂടി അവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഉള്ളത്. നമുക്കും അതേ സന്തോഷം തന്നെയാണ്. കാരണം ഒരുപക്ഷെ ഒരു അങ്ങാടിക്കുരുവി നമുക്കറിയാം, വളരെ ചെറിയ, നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽ പോലും പെടാത്ത ഒരു കിളിയാണ്. പക്ഷേ അങ്ങനെ ഒരു പക്ഷിയുടെ കാര്യത്തിൽ പോലും നമുക്ക് ഇടപെടാൻ സാധിക്കുന്നു. അങ്ങനെ ഇടപെടുന്നു, അത് കണ്ണൂർ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം അതിന് വളരെ പെട്ടെന്ന് നടപടിയെടുക്കുന്നു. ആ പക്ഷി മോചനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഏതായാലും നമുക്ക് ഈ രാവിലെ സംഭവിക്കുന്നത് കണ്ണൂരിൽ എന്നുള്ളതാണ്. ഇന്ന് ഒരു അല്പസമയത്തിനകം, ഏകദേശം 1 മണിക്കൂറിനകം തന്നെ അതിനെ തുറന്നു വിടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 6 മാസമായി കേസിൽപ്പെട്ട് കിടക്കുന്ന കെട്ടിടമാണ്. അത് കോടതി നിർദ്ദേശപ്രകാരം സീൽ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥരുടെ തന്നെ സാന്നിധ്യത്തിൽ, ഒരുപക്ഷെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ വേണം അത് തുറക്കാൻ. അങ്ങനെ തുറന്നതിന് ശേഷം ആ പക്ഷി പുറത്തു പോയതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന അതേ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അത് വീണ്ടും ആ കെട്ടിടം സീൽ ചെയ്യുന്നതിലേക്കാണ് കാര്യങ്ങൾ പോവുക. തീർച്ചയായും നിഖിൽ, നമുക്ക് ഒരുപാട് സന്തോഷമുള്ളതാണ്. കാരണം ഈ ഒരു പക്ഷിയാണെങ്കിൽ പോലും അത് അവിടെ കെട്ടിടത്തിൽ കുടുങ്ങിപ്പോകുന്നു. നിഖിൽ അക്കാര്യം അറിയിക്കുന്നു, നമ്മൾ അവിടെ പോകുന്നു, ആ വാർത്ത എടുക്കുന്നു, അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഒടുവിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ പക്ഷിക്ക് മോചനം ലഭിക്കുന്നു, അതിന് നീതി കിട്ടി, അത് പുറത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ നിഖിൽ.